എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് എൻ്റെ സ്നേഹവന്ദനം. മനുഷ്യൻ പരസ്പരം കാണുമ്പോൾ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. സ്ഥലകാലമത സംസ്കാരങ്ങൾക്ക് അനുസൃതമായ അഭിവാദനങ്ങൾ. കത്തുകൾ ആരംഭിക്കുന്നത് ആശംസകളോടെ ആയിരിക്കണം. പ്രാചീന കാലത്തെ അംഗീകൃത ആചാരമായിരുന്നു അത്. ഇന്നും പ്രായേണ ഈ രീതി അനുവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങൾ ഒട്ടുമുക്കാലും ആരംഭിക്കുന്നത് ആശംസയോടെയാണ്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇതാണ് വിശുദ്ധ പൗലോസ് രൂപകൽപ്പന ചെയ്ത ആശംസ. ഈ ആശംസ യവനായ എബ്രായ സംസ്കാരത്തിൻ്റെ ബൃഹത്തായ ഒരു സമ്മേളനമാണ്. നിങ്ങൾക്ക് കൃപയുണ്ടാകട്ടെ എന്ന ഗ്രീക്കുകാരുടെ ആശംസയും നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന എബ്രായ ആശംസയും സംയോജിപ്പിച്ച് രൂപകൽപ്പന നൽകിയ ഒരാശംസയാണ് വിശുദ്ധ പൗലോസിൻ്റേത്. ഈ ആശംസ ക്രിസ്തീയ ആശംസയായി നാം അംഗീകരിക്കുന്നു. വിശുദ്ധ പൗലോസ് രൂപം നൽകിയ ഈ ആശംസയുടെ പൊരുൾ ശരിയായി ഗ്രഹിക്കണമെങ്കിൽ ഗ്രീക്ക് ഭാഷയിലും ഹീബ്രു ഭാഷയിലും കൃപ, സമാധാനം എന്നീ മലയാള പരിഭാഷയ്ക്ക് സമാനമായി നൽകിയിരിക്കുന്ന പദങ്ങളുടെ അർത്ഥവിപുലത ഗ്രഹിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ. കാരീസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ മലയാള പരിഭാഷയായിട്ടാണ് കൃപ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കാരീസ് എന്ന പദത്തിൻ്റെ പൂർണ്ണമായ ആശയം പ്രസ്പഷ്ടമാക്കാൻ കൃപ എന്ന പദത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരീസ് എന്ന വാക്ക് സൗന്ദര്യവും മനോജ്ഞതയും സൂചിപ്പിക്കുന്ന പദമാണ്. ഗ്രീക്ക് സംസ്കാരത്തിന് അനുയോജ്യമായ സൗന്ദര്യം. ഓരോന്നിനും ഓരോന്നാണ് ഈ സൗന്ദര്യം. സ്ത്രീകൾക്ക് പാതിവൃത്യം, തപസ്വികൾക്ക് ക്ഷമ, കുയിലിന് സ്വരം, ബ്രാഹ്മണർക്ക് വിദ്യ. എന്നാൽ വിശുദ്ധ പൗലോസിൻ്റെ ആശംസയിൽ ഒരു പ്രത്യേകത കാണാൻ കഴിയും. അത് പിതാവായ ദൈവത്തിങ്കിൽ നിന്നുള്ള കൃപയാണ്. കർത്താവായ യേശുവിനെ ധരിക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ സംജാതമാകുന്ന സൗന്ദര്യവും മനോഹാരിതയുമാണ്. ക്രിസ്തുവിങ്കിലേക്ക് വരുന്ന ഏതൊരു മനുഷ്യനും ദിവ്യകൃപ പ്രാപിക്കുന്നു. ദൈവത്തിൻ്റെ ആർദ്രകരുണ എന്നതിനേക്കാൾ ശ്രേഷ്ഠവും ഉദാത്തവുമായ ഒരു അർത്ഥവും ആശയവും അതിൽ ഉൾക്കൊള്ളുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ സമഗ്രമായ ആജ്ഞത്വത്തിൻ്റെ ആകത്തുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു. രൂപാന്തരം പ്രകടമാകുന്നത് ഒരുവൻ്റെ വാക്കിലും പ്രവൃത്തിയിലുമാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് അനുയോജ്യമായ പ്രവർത്തനത്തിലാണ് ക്രിസ്ത്യാനി ഒരു പുതിയ സൃഷ്ടിയാണെന്നുള്ളത് അവൻ്റെ വാക്കിലും പ്രവൃത്തിയിലും സ്പഷ്ടമാകേണ്ടതാണ്. ക്രിസ്തുവിന് അനുരൂപമാകുന്നതാണ് ക്രിസ്ത്യാനിയുടെ പ്രത്യേകത. ദൈവകൃപ പ്രാപിക്കുന്നവൻ ദൈവ തേജസ്സുള്ളവനാവും. മതഭക്തിയല്ല, ദൈവഭക്തിയാണ് ആവശ്യം. സംസ്കാര സമ്പന്നനും സൽസ്വഭാവിയും നന്മയായതും സ്വീകാര്യമായതും പൂർണ്ണമായതും എന്താണെന്ന് തിരിച്ചറിയാൻ കഴിവുള്ളവനും ദൈവത്തിന് സ്വീകാര്യമായ ജീവനുള്ള ബലിയായി സ്വയം സമർപ്പിക്കാൻ തയ്യാറുള്ളവനുമാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നവരായിരിക്കണം. സൂര്യനിൽ നിന്നും പ്രകാശം സ്വീകരിച്ച് ലോകത്തിന് സുഖശീതളമായ ചന്ദ്രികയെ പ്രദാനം ചെയ്യുന്ന ചന്ദ്രനെ പോലെ നീതിയിൽ സൂര്യനായ ക്രിസ്തുവിൽ നിന്നും വെളിച്ചത്തെ സ്വീകരിച്ച് സമസൃഷ്ടികൾക്ക് കുളിർമയും ഉന്മേഷവും സന്തോഷവും പകർന്നു കൊടുക്കുവാൻ സ്വയം സമർപ്പിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്ത്യാനി എന്ന പേരിന് അർഹതയുള്ളൂ. യവനായ എബ്രായ സംസ്കാരങ്ങളുടെ രണ്ടടികളെ ചേർത്ത് സുന്ദരമായി സംയോജിപ്പിച്ച് പൗലോസ് അപ്പോസ്തലൻ രൂപം കൊടുത്ത നൂതനമായ ക്രിസ്തീയ ആശംസ അതിൻ്റെ വ്യാപകമായ എല്ലാ അർത്ഥത്തിലും സാക്ഷാത്കരിക്കുവാൻ നാം ബോധപൂർവം ശ്രമിക്കേണ്ടതാണ്. ദൈവീയമായ കൃപയും സമാധാനവും ലഭിച്ചെങ്കിൽ മാത്രമേ സന്തോഷവും സംതൃപ്തിയും സംജാതമാകൂ. കൃപയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.